ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഫിഷ് കറിയാണ്. ചെട്ടിനാട് ഫിഷ് കറിയാണ് ഇത്. റൈസിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഫിഷ് കറി. കുറച്ച് സമയം എടുക്കും ഈ ഫിഷ് കറി ഉണ്ടാക്കിയെടുക്കാൻ. എന്നാലും സമയത്തിനനുസരിച്ച് തന്നെ ഈ കറി നല്ല ടേസ്റ്റുമാണ്. ഏത് മീൻ ഉപയോഗിച്ചും നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതിനു മുൻപ് ഞാൻ പല രീതിയിലുള്ള ഫിഷ് കറികളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫിഷ് റെസിപ്പികളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നമുക്ക് എങ്ങനെ വളരെ ഈസിയായി ഈ ചെട്ടിനാട് ഫിഷ് കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. അടുത്തതായി ഒരു മീഡിയം സൈസുള്ള സവാള കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കണം. ഈ സവാള എല്ലാം ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ, അതുവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ക്രഷ് ചെയ്തത് കൂടെ ചേർക്കണം. വീണ്ടും വഴറ്റിയെടുക്കാം. ഗാർലിക് പേസ്റ്റ് ആയാലും മതി. നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. 1/2 കപ്പ് ടൊമാറ്റോ പ്യൂരി ഉണ്ട്. പുളി അധികം വേണ്ടാത്തവർക്ക് 1/4 കപ്പ് ടൊമാറ്റോ പ്യൂരി ഉപയോഗിച്ചാലും മതി. നമ്മൾ ഇതിലോട്ട് വീണ്ടും പുളിയും തക്കാളിയും എല്ലാം ചേർക്കുന്നുണ്ട്. ഇനി ഈ ടൊമാറ്റോ പ്യൂരി ഇല്ലെങ്കിൽ തക്കാളി ചേർത്താൽ മതി. ഒരു വലിയ തക്കാളി തന്നെ ചേർക്കാം. നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായി ഡ്രൈ ആയി വരട്ടെ. ഫ്ലെയിം നന്നായി കുറച്ച് വെക്കാം. നമുക്ക് ഹോം മെയ്ഡ് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി നമുക്ക് ഇതിലോട്ട് പൗഡറുകൾ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയാണ് ചേർക്കുന്നത്. നമുക്കിതിനെ പാനിലോട്ട് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിന്റെ റോസ്മെല്ലാം ഒന്ന് പോകട്ടെ, അതുവരെ വഴറ്റിയെടുക്കണം. ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം വേണം ചേർക്കാൻ. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. നമുക്കിതിനെ വീണ്ടും വഴറ്റിയെടുക്കാം. ഏകദേശം 2-3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. ഈ മസാലയും തേങ്ങയുമായിട്ട് ഒന്ന് മിക്സ് ആയി വരണം, അത്ര മാത്രം മതി. തേങ്ങ നന്നായി വറുത്തെടുക്കാനൊന്നും കഴിയില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പാണിത്. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ നേരത്തെ എടുത്ത മൺചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് എണ്ണ ചേർക്കാം. 1-2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാവുന്നതാണ്. ഈ സ്റ്റെപ്പിൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കറി ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. അടുത്തതായി ഒരു മീഡിയം സൈസുള്ള സവാള സ്ലൈസ് ചെയ്തത് കൂടെ ചേർക്കണം. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഈ സവാള ലൈറ്റ് ബ്രൗൺ നിറായി വരട്ടെ. വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് വഴറ്റിയെടുത്താൽ മതി. സവാള ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ഒഴിക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പൊ വെള്ളമൊന്നും ചേർക്കേണ്ട. ആവശ്യാനുസരണം വെള്ളം നമുക്ക് പിന്നീട് ചേർക്കാം. ഈ മിക്സ് ഒന്ന് തിക്കായി വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം എടുക്കും. നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പുളി ചേർക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണിത്. ഇതിനെ ഞാൻ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി പിഴിഞ്ഞതിന് ശേഷം പുളിയുടെ ജ്യൂസിനെ നമുക്ക് പാനിലോട്ട് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി ഒരുവിധം ലൂസായി വന്നിട്ടുണ്ട്. ഇനി ലൂസ് ആണെങ്കിൽ വീണ്ടും വെള്ളം ഒഴിക്കാം. ഇതിലോട്ട് വേണമെങ്കിൽ ഒരു 1/4 കപ്പോളം വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിലും അധികം വെള്ളം ഒഴിക്കരുത്. നമ്മുടെ കറി നല്ല ലൂസായി പോകും. ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീൻ ചേർക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം മീൻ ചേർക്കാൻ. ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. 400 മുതൽ 500 ഗ്രാം വരെ മീൻ ഉപയോഗിക്കാം. ഞാനിവിടെ ബറാക്കടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് മീനിനെ പാനിലോട്ട് ചേർക്കാം. ഇനി ഈ കറി അധികം ഇളക്കരുത്. മീൻ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഈ കറി ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ചെറിയൊരു തക്കാളി സ്ലൈസ് ചെയ്തത് കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 8-10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഈ
കറിയുടെ എണ്ണയൊന്ന് സെപ്പറേറ്റ് ആയി വരണം, അത്രമാത്രം മതി. നമ്മുടെ ചെട്ടിനാട് ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവർ വരുന്നുണ്ട്. എണ്ണയെല്ലാം സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. അവസാനമായി ഇതിന്റെ മുകളിലായി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ മല്ലിയില സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് നന്നായി ചുഴറ്റി കൊടുക്കാം. ഇളക്കി കൊടുക്കരുത്, ഫിഷ് പീസസ് എല്ലാം പെട്ടെന്ന് ഉടഞ്ഞു പോകും. നമുക്കിതിനെ അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചെട്ടിനാട് ഫിഷ് കറി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫിഷ് കറിയാണിത്. റൈസിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും എല്ലാം നമുക്കിതിനെ സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.